ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വചനം വിശുദ്ധ മർക്കോസ് തമ്പുരാനോട് എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം അതിന്റെ 35 മുതൽ 45 വരെയുള്ള വചനങ്ങളാണ്. അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്: സെബെദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവരുടെ മാതാവായ ശലോമിയോടൊപ്പം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ശലോമി കർത്താവിനോട് ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. കർത്താവെ, നിന്റെ മഹത്വത്തിൽ എൻ്റെ മക്കളിൽ ഒരുവൻ നിന്റെ ഇടതും ഒരാൾ വലതും ഇരിക്കാനുള്ള വരം നീ അവർക്ക് നൽകണം. ഈ വാർത്ത അറിഞ്ഞ മറ്റു ശിഷ്യന്മാര് യാക്കോബിനോടും യോഹന്നാനോടും നീരസം പ്രകടിപ്പിക്കുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് അവരോട് ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളിൽ വലിയവനാകാൻ കാംക്ഷിക്കുന്നവൻ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം. നിങ്ങൾക്ക് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവനോ എല്ലാവർക്കും ദാസനുമാകണം. കർത്താവ് 2 തരത്തിലുള്ള മാതൃകയെ പറ്റിയാണ് അവിടെ പറയുക. ഒന്ന്, ലോകത്തിന്റെ മാതൃക. ആ ലോകത്തിന്റെ മാതൃകയാണ് വലിയവനാകാനുള്ള ചിന്ത. എന്നാൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മാതൃക എന്ന് പറയുക, നീ വലിയവനാകാൻ ആഗ്രഹിക്കുമ്പോൾ നീ ഒരു ശുശ്രൂഷകനായി മാറണം. നീ ഒരു ശുശ്രൂഷക മനോഭാവത്തിലേക്ക് നീ മാറണം. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മാതൃക വലിയവനാകുക, നേതാവാകാൻ ആഗ്രഹിപ്പിക്കുമ്പോൾ ഇതാ ക്രിസ്തു പറയുകയാണ്, നീ ഒരു സേവകനായി മാറുക. രണ്ടാമതായിട്ട് നാം ഇപ്രകാരം കാണുന്നുണ്ട്: ഇതാ ലോകം നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്തയാണ് പദവികളിലേക്കുള്ള യാത്ര. ഓരോ തവണയും ഓരോ പടി നീ മുകളിലേക്ക് കയറണം, ഓരോ പടി നീ മുകളിലേക്ക് ഉയരണം എന്ന് ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു മാതൃക ഇപ്രകാരമാണ്: നീ ഓരോ പിടി താഴേക്ക്, ത്യാഗത്തിന്റെ അനുഭവത്തിലേക്ക്, പരിത്യാഗത്തിന്റെ അനുഭവത്തിലേക്ക്, കുരിശിന്റെ യാത്ര നീ നടത്തണം. കുരിശുമായി സ്വയം ത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോകുന്ന കുരിശിന്റെ യാത്രയാണ് നീ നടത്തേണ്ടത്. മൂന്നാമതായിട്ട് നാം കാണുന്നത്, ലോകം നമുക്ക് നൽകുന്നൊരു മാതൃക സ്വയം ഉയരുക എന്ന ചിന്തയാണ്. സ്വയം ഉയരുക, മറ്റുള്ളവരെക്കാൾ കൂടുതൽ മുകളിലേക്ക് ഉയരാനുള്ള ആഗ്രഹം ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നുണ്ട്. എന്നാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ്: സ്വയം താഴ്ത്തി മറ്റുള്ളവരെ ഉയർത്തുക. നീ ഒന്ന് താന്ന് മറ്റുള്ളവർക്ക് കയറിപ്പോകാനുള്ള ഒരു ചവിട്ടുപടിയായി നീ മാറുക. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ് ക്രിസ്തു നമുക്ക് വെച്ച് നീട്ടുക. ലോകം ഒരുപക്ഷെ നമ്മൾ നോക്കി പറയും, നീ ഒരു പരാജയമാണ്, നീ ഒരു സീറോയാണെന്ന് പറയുമ്പോഴും, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് നീ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയായി തീരുമ്പോൾ നിന്റെ ശ്രേഷ്ഠതയാണ് വർദ്ധിക്കുക, നിന്റെ മഹത്വമാണ് ഉയരുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിന്റെ മാതൃക ഈ ലോകത്തിൽ ജീവിച്ചു കാണിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.